ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് പറയുന്നു, ചേട്ടന് പെണ്ണ് കാണാൻ പോകുമ്പോഴേ സുനന്ദയ്ക്ക് വലിയ ടെൻഷനാ. എന്നാൽ വിവാഹം നടക്കില്ലെന്നറിയുമ്പോൾ വലിയ ഹാപ്പി ആകുകയും ചെയ്യും. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ വേണ്ടേ? അല്ല, നമ്മൾ മുൻകൈ എടുക്കുക എന്ന് വെച്ചാലേ ആ കുട്ടി വീട്ടുകാരെ വിട്ട് കൂടെ നിൽക്കണ്ടേ? പിന്നെ എന്ത് ചെയ്യാനാ? ഹരീഷ് പറയുന്നു, സുഭാഷ് ചേട്ടന് വേറെ എവിടെയെങ്കിലും നമുക്ക് പെണ്ണ് നോക്കാം. കല്യാണം വേഗം നടക്കും. നിധി പറയുകയാണ്, നടക്കൂന്ന് പറഞ്ഞ് ഇരുന്നത് കൊണ്ടായില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഹരീഷ് പറയുന്നു, ആ ബ്രോക്കറെ വിളിച്ച് പറഞ്ഞാലോ? നിധി പറയുകയാണ്, അതാകാം, പക്ഷെ അതിനോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്താലോ? ഏതെങ്കിലും നല്ലൊരു മാട്രിമോണിയൽ സൈറ്റില് ഒന്ന് രജിസ്റ്റർ ചെയ്താലോ? ഓപ്ഷൻസ് ഒരുപാട് കിട്ടും. സുധീഷ് പറയുന്നു, അത് കൊള്ളാലോ, അതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ, നമുക്ക് അത് ചെയ്താലോ ഹരീഷേ? നിധി പറയുന്നു, എന്നാലേ ഞാൻ ഫോൺ എടുത്തിട്ട് വരാം, നമുക്ക് ഇപ്പൊ തന്നെ നോക്കിയാലോ? നികേഷ് പറയുന്നു, ആവാം, നല്ല ഐഡിയ. ഹരീഷ് പറയുകയാണ്, അത് പൊളിക്കും. തുടർന്ന് നിധി മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. സുഭാഷ് എന്ന് മാത്രമേ പേരുള്ളൂ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, KB സുഭാഷ്, കയറ്റുപറമ്പിൽ ഭാസ്കരൻ സുഭാഷ്. വയസ്സെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, 32. നിധി ചോദിക്കുന്നു, ശരിക്കും കൂടുതൽ തോന്നുന്നുണ്ടോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇല്ല, കുറവേ തോന്നും. സുധീഷ് പറയുന്നു, അത് സ്വന്തം ചേട്ടനെ പോലെ തോന്നുന്നത് കൊണ്ടാ, ശരിക്കും ഒരു 38 തോന്നും. നിധി പറയുന്നു, സുഭാഷ് ചേട്ടനല്ല, ഇയാളെ കണ്ടാൽ ഒരു 35 പറയും. എന്നെ ഒന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ആ പറയും. നിധി ചോദിക്കുന്നു, ഏതുവരെ പഠിച്ചു? സുധീഷ് പറയുകയാണ്, +2 കഴിഞ്ഞ് ഡിഗ്രി ഫൈനൽ ഇയറിൽ പഠിക്കുമ്പോഴാ പണിക്ക് പോയി തുടങ്ങിയതെന്ന് തോന്നുന്നു. അതും ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടാണോ? ഏതായാലും ഗ്രാജുവേറ്റ് എന്ന് എഴുതിക്കോ. നിധി പറയുന്നു, ഇത് തന്നെയാണോ പറയുന്നതെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാ. സുഭാഷ് ഏട്ടൻ 10 കഴിഞ്ഞ പിന്നെ പഠിക്കാൻ പോയിട്ടില്ലെന്ന് എനിക്കറിയാം. നുണ ശീലിച്ചവര് അതൊരിക്കലും മറക്കില്ലല്ലോ. ബ്രദേഴ്സ് 3, അൺമാരീഡ്. സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ് പറയുന്നു, അല്ല അത് എന്താന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയണം, ഒന്നുമില്ല. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടന്റെ ഫോട്ടോ ഉണ്ടോ? എന്റെ കയ്യിലുണ്ട്. എടാ നികേഷ്, ഇത് പോരെന്ന് പറഞ്ഞ് സുധീഷ് ഒരു ഫോട്ടോ കാണിക്കുകയാണ്. നികേഷ് പറയുന്നു, ഓ ഇത് വേണ്ട, ഞാനൊരു ഫോട്ടോ കൊടുക്കാം. അങ്ങനെ ഒരു ഫോട്ടോ കാണിച്ച നികേഷ് ചോദിക്കുന്നു, ഇതെങ്ങനെയുണ്ട്? സുധീഷ് പറയുകയാണ്, ഇത് കൊള്ളാം, നല്ല ഹീറോയെ പോലെയുണ്ട്. ഇത് കൊള്ളാമെന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി ഞാൻ ഇത് അയക്കുന്നുണ്ട്. അങ്ങനെ നികേഷ് നിധിയുടെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. ഫോട്ടോ കണ്ട് സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, ഇത് കൊള്ളാം. 3 മാസത്തെ പാക്കേജ് വേണോ അതോ 6 മാസത്തെ പാക്കേജ് വേണോ? സുധീഷ് ചോദിക്കുന്നു, എന്ന് വെച്ചാൽ? നിധി പറയുകയാണ്, 3 മാസം കൊണ്ട് കല്യാണം വേണമെന്നുണ്ടെങ്കിൽ ആ പാക്കേജ്, അതനുസരിച്ച് അവരുടെ സർവീസ് മാറും. സുധീഷ് പറയുന്നു, 3 മാസം തന്നെ ആയിക്കോട്ടെ. സുഭാഷ് ഏട്ടന്റെ കല്യാണം നമുക്ക് 3 മാസം കൊണ്ട് നടത്തണം. എന്താ പേയ്മെന്റ് അടയ്ക്കണമെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, അതിനെന്താ, കൊടുക്കാലോ. നിധി പറയുന്നു, അല്ല വേറൊന്നുമല്ല, എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടാ ഉള്ളത്. ഫോണും സിമ്മും പോയതുകൊണ്ട് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സുധീഷ് പറയുന്നു, അതുകൊണ്ടല്ലേ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. ഹരീഷ് പറയുകയാണ്, അതാണ് ഞങ്ങൾക്കും അത്ഭുതം, ഇത്ര പെട്ടെന്നൊന്നും കയ്യിൽ നിന്ന് ചിലവാക്കാത്ത ആളല്ലേ സുധീഷ് ഏട്ടൻ. സുധീഷ് പറയുന്നു, ഒന്ന് പോടാ അവിടുന്ന്, എന്റെ ചേട്ടന്റെ കാര്യത്തിൽ ഞാൻ കൊടുക്കാതിരിക്കൂ. നിധി, ഇയാള് പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്തിട്ട് QR കോഡ് ഒന്ന് കാണിച്ച്, ഞാൻ പേ ചെയ്തോളാം. പേ ചെയ്തതിനു ശേഷം സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു, ഞാൻ പിന്നെ ഇതിന് മടിക്കോടാ. ഹരീഷ് പറയുന്നു, ഓവേ. സുധീഷ് ചോദിക്കണ, നിധി ഇനി എന്ത് വേണം? അപ്പൊ നിധി പറയുകയാണ്, ഇനി ഒന്നും വേണ്ട, പെൺകുട്ടികളുടെ പ്രൊഫൈൽസ് നമുക്ക് വരും, അത് നോക്കി വേണ്ടത് സെലക്ട് ചെയ്യണം, പിന്നെ അവരുമായിട്ട് മാട്രിമോണിയൽക്കാര് കോണ്ടാക്ട് ചെയ്ത് നമ്മളെ അറിയിക്കും. സുധീഷ് പറയുന്നു, അപ്പൊ ഓക്കെ, ഡൺ. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുകയാണ്, എല്ലാവരും ഒന്നിച്ചിരുന്ന എന്താ ചർച്ച? സുധീഷ് പറയുന്നു, അതെ, സുഭാഷ് ഏട്ടന് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെണ്ണൊന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പെൺകുട്ടി എങ്ങനെയായിരിക്കണമെന്ന് നികേഷിനാ കൂടുതൽ ഡിമാൻഡ്. നിധി കേട്ട് നികേഷ് കണ്ണുതള്ളിയിരിക്കുമ്പോൾ സുധീഷും ഹരീഷും ചിരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എങ്ങനെയാ ഡിമാൻഡ്? സുഭാഷ് പറയുന്നു, ഏയ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല മോളെ, ഒരു നല്ല കുട്ടിയായിരിക്കണം, അത്രേ ഉള്ളൂ. സുധീഷ് പറയുന്നു, അയ്യോ പാവം. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ വന്നേ, ഞാൻ ചോദിക്കട്ടെ. സുഭാഷ് ഏട്ടന് എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് ആഗ്രഹം പറ. സുഭാഷ് പറയുകയാണ്, എടാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. നിധി ചോദിക്കുന്നു, കെട്ടാൻ പോകുന്ന കുട്ടിയെ കുറിച്ച് ഒരു സങ്കല്പവും ഇല്ലേ? സുഭാഷ് പറയുന്നു, സത്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല. നിധി പറയുകയാണ്, നികേഷ് നീ പറ, നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടിയെ വേണം? നികേഷ് പറയുന്നു, എന്ന് ചോദിച്ചാൽ സുന്ദരിയായിരിക്കണം, നല്ല പഠിപ്പുണ്ടാകണം, ഒരു ജോലിയും വേണേ, പിന്നെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റണം. നിധി പറയുന്നു, ദേ അവന് പോലും കൃത്യധാരണയുണ്ട്. സുഭാഷ് പറയുന്നു, അതാണോ? അങ്ങനെ ചോദിച്ചാൽ മുടിക്ക് കുറച്ച് നീട്ടം ഉണ്ടാകണം, പിന്നെ നന്നായിട്ട് സാരി ഉടുക്കാൻ അറിയണം. നിധി പറയുന്നു, കൊള്ളാലോ. പിന്നെ സുഭാഷ് പറയുകയാണ്, അവൾക്ക് പാചകം ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല, പക്ഷേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അടുത്ത് വന്ന് നിൽക്കണം, ഞാൻ ഉണ്ടാക്കുന്നതിന്റെ സ്വാദൊക്കെ നോക്കി അങ്ങനെ. സുധീഷ് പറയുന്നു, എന്റെ അമ്മോ കലക്കിയല്ലോ, ബാക്കി പറ. സുഭാഷ് പറയുന്നു, പിന്നെ എന്നെ ചീത്ത പറയാൻ പാടില്ല. ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടനെ ആര് ചീത്ത പറയാനാ? സുഭാഷ് പറയുന്നു, അതല്ലടാ, ഈ കൂടെ ജോലി ചെയ്യുന്നവര് വന്നിട്ട് എപ്പോഴും ഭാര്യയുമായിട്ട് വഴക്കിട്ടു 2 ദിവസമായിട്ട് മിണ്ടിയിട്ടില്ല എന്നൊക്കെ പറയും. ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ ഞാൻ വല്ലാതാകുമെന്ന് നിങ്ങൾക്കറിയാലോ, അപ്പോ വഴക്കുണ്ടാക്കുന്ന ആളാകരുത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് പറഞ്ഞാൽ മതി, അത് ഞാൻ തിരുത്തിക്കോളാം. നിധി പറയുന്നു, ശരി, വഴക്കുണ്ടാക്കാൻ പാടില്ല. അടുത്തത്. സുഭാഷ് പുഞ്ചിരിച്ച് തന്റെ
സങ്കല്പങ്ങൾ പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സുഭാഷ് പറയുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. സുധീഷ് പറയുകയാണ്, മതി 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 നിർത്തിക്കോ. എടാ മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കുന്നത് കണ്ടോ? പറഞ്ഞു വന്നപ്പോൾ എന്തോരം ഡിമാൻഡ്സ് ആണെന്ന് നോക്കി. കൊച്ചു കള്ളൻ ഇത്രയും മനസ്സിൽ വെച്ചിട്ടാണ് കല്യാണം വേണ്ടാന്ന് പറഞ്ഞതല്ലേ? അമ്പട കള്ള, കൊച്ചു കള്ള എന്ന് പറഞ്ഞ് അവര് സുഭാഷിനെ ഇക്കിളിയാക്കുകയും കളിയാക്കുകയും ഒക്കെയാണ്. സുഭാഷ് ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുമ്പോൾ അനിയന്മാരും പിന്നാലെ ഓടി ചെല്ലുകയാണ്. ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് നിധി. തുടർന്ന് നിധി വീട് വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, അത് ശരി, എന്തിനാണോ വന്നത്? അത് മറന്ന് ഇപ്പൊ ഇതാണ് പരിപാടി? നിധി ചോദിക്കുന്നു, ഞാൻ എന്ത് മറന്നു? അപ്പൊ സുധീഷ് ചോദിക്കുകയാണ്, അപ്പൊ ഒന്നും ഓർമ്മയില്ലേ? ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരുന്നു? ഒരു ജോലി കണ്ടുപിടിക്കണം, 2 കാലിൽ നിൽക്കണം, ആകാശത്തേക്ക് പറക്കണം. ഇപ്പതേ വർക്ക് ചെയ്യാത്ത ഒരു ടിവിയും തുടച്ച് മാറാല അടച്ച് സമയം കളയുന്നു. നിധി പറയുകയാണ്, ഹലോ, അതൊന്നും ചെയ്യാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, അതിന് സർട്ടിഫിക്കറ്റ്സ് വേണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ? സുധീഷ് പറയുകയാണ്, വേണമെങ്കിലേ അത് സംഘടിപ്പിക്കണം മാഡം. നിധി പറയുന്നു, അതിനാദ്യം കോളേജിൽ പോയി സംസാരിക്കണം മിസ്റ്റർ. സുധീഷ് പറയുകയാണ്, അപ്പൊ പോയി അന്വേഷിക്കണം മാഡം, അല്ലാതെ സുഭാഷേട്ടന് പെണ്ണ് ആലോചിച്ച് സമയം കളയുകയല്ല വേണ്ടത്. നിധി പറയുന്നു, അത് നടക്കേണ്ട കാര്യം തന്നെയാണല്ലോ. സുധീഷ് പറയുകയാണ്, അതെ, പക്ഷെ അതിലും പ്രധാനമല്ലേ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്? നിധി പറയുന്നു, അല്ല, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സുഭാഷേട്ടന്റെ കല്യാണക്കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉഴപ്പ്. ഒരു പെണ്ണ് സുഭാഷേട്ടന്റെ ഭാര്യയായി വന്നാൽ നിങ്ങൾക്ക് വെക്കാനും വിളമ്പാനും അലക്കാനും സുഭാഷേട്ടനെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ? സുധീഷ് പറയുന്നു, ഈശ്വര, ദേ മനസ്സിൽ പോലും ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇയാള് വെറുതെ ഇല്ലാത്തതൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. നിധി പറയുന്നു, ഞാൻ കഥയുണ്ടാക്കുന്നതാണോ? നിങ്ങൾക്കതിന് ആഗ്രഹം ഇല്ലാന്നുള്ളതല്ലേ സത്യം? സുധീഷ് പറയുന്നു, അയ്യോ നിധി, അങ്ങനെയൊന്നും അല്ല. ഇയാൾ വിചാരിച്ചതുപോലെ ഇയാളുടെ എല്ലാ ആഗ്രഹവും നടക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിധി പറയുന്നു, സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യത്തില് കോളേജിൽ പോകണമെന്ന് തീരുമാനിച്ചതാ. തക്കലയിലെ എന്റെ കൂട്ടുകാരിയോട് രാവിലെ ഞാൻ ചാറ്റ് ചെയ്തതേ ഉള്ളൂ. നാളെ അവള് കോളേജിലേക്ക് വരാമെന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സുധീഷ് പറയുന്നു, അതെയോ? ഞാൻ മനസ്സിൽ കണ്ടപ്പോഴേക്കും ഇയാളത് ഫോണിൽ കണ്ടു അല്ലേ? നന്നായി, എന്തോ ഒരു മനപ്പൊരുത്തം. നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ സുധീഷ് പതി പറയുന്നു, ഏറ്റില്ല, ഒരു കാര്യം ചെയ്യാം, നാളെ ട്രാവൽസിന്ന് കാറ് വരാൻ പറയാം, നമുക്ക് ഒരുമിച്ച് പോകാം. രാവിലെ പോയി കഴിഞ്ഞാലേ വൈകിട്ട് ഇവിടെ തിരിച്ചെത്താമല്ലോ. ഉച്ചയ്ക്ക് നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കയറി നല്ല ഊണ് കഴിക്കാം. നിധി പറയുന്നു, ഹലോ ഹലോ, ഞാൻ അതിന് നിങ്ങളോട് കൂടെ വരാൻ പറഞ്ഞില്ലല്ലോ. സുധീഷ് പറയുന്നു, അല്ല, കാറിൽ പോകുന്നതല്ലേ എളുപ്പം, ഞാനൊരു ഡ്രൈവറായിട്ട് കൂടെ വരുന്നു, അത്രേ ഉള്ളൂ. നിധി പറയുകയാണ്, അയ്യോ വരണ്ട, ഞാൻ തനിച്ചു പൊയ്ക്കോളാം. എന്തിനാ അതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അന്ന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പിന് വിളിച്ചോണ്ട് പോയപ്പോ ഞാൻ പറഞ്ഞതല്ലേ എന്റെ ജോലിയുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാമെന്ന്. സുധീഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇയാളെ തനിയെ അയക്കാൻ പറ്റുകയൊന്നുമില്ല. നിധി ചോദിക്കുന്നു, എന്റെ കാര്യം നിശ്ചയിക്കാൻ നിങ്ങൾ ആരാ? സുധീഷ് ചോദിക്കുന്നു, എന്തിനാ ഇയാള് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇയാളുടെ ലോക്കൽ ഗാർഡിയനാ. ആര് പറഞ്ഞു എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അത് ഞാൻ തന്നെ പറഞ്ഞു. നിധി ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞാൽ എന്റെ ഗാർഡിയൻ ആകുമോ? സുധീഷ് ചോദിക്കണ, അയ്യോ എന്താ ഇഷ്ടായത്? എന്നെ വിശ്വസിച്ചല്ലേ ഈ വീട്ടിൽ താമസിക്കുന്നത്? നിധി പറയുകയാണ്, നിങ്ങളെയോ? നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ല. എന്റെ ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കാൻ സുഭാഷ് ചേട്ടന് 2 അനിയന്മാരും ഉണ്ട്, അവരെ എനിക്ക് വിശ്വാസമാ, അല്ലാതെ നാവെടുത്ത കള്ളം പറയുന്ന നിങ്ങളെ ആര് വിശ്വസിക്കാനാ? സുധീഷ് ചോദിക്കുന്നു, അപ്പോ ഞാൻ ആരുമല്ലേ? നിധി പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണക്കാരനായ ഒരാള് മാത്രം എന്ന് കരുതി എന്റെ ജീവിതത്തിലെ മുഴുവൻ രക്ഷകർത്താവ് അങ്ങ് ഏറ്റെടുക്കാമെന്ന് കരുതണ്ട, കേട്ടല്ലോ? സുധീഷ് പറയുന്നു, അല്ല, ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനല്ല, ഞാൻ മുഖേനയല്ലേ ഈ ചേട്ടനും അനുജന്മാരും ഒക്കെ ഉണ്ടായത്, അപ്പൊ പിന്നെ ഞാൻ ആരും അല്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിധി പറയുന്നു, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം അതാ, അതുകൊണ്ട് അനാവശ്യമായിട്ട് എന്റെ കാര്യങ്ങളിൽ ഇടപെടണ്ട. നാളെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ തക്കലയ്ക്ക് പോകും, അതിനാരും കൂട്ടുവേണ്ട, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. സുധീഷ് പറയുന്നു, അതൊന്നും ശരിയാകില്ല നിധി, ഞാൻ സമ്മതിക്കില്ല. നിധി പറയുന്നു, നിങ്ങളുടെ സമ്മതം എനിക്ക് വേണ്ടെന്നേ, എന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. എന്റെ സർട്ടിഫിക്കറ്റുകള് ഞാൻ കണ്ടുപിടിച്ചോളാം, എന്നിട്ട് ഞാൻ തന്നെ അന്വേഷിച്ച ജോലി കണ്ടുപിടിച്ചോളാം, മനസ്സിലായോ? സുധീഷ് പറയുന്നു, പതുക്കെ, ശരി സമ്മതിച്ചു, വെറുതെ ബഹളം വെക്കണ്ട. സുധീഷ് പറയുന്നു, ഒന്നിനും ഒരു കുറവുമില്ല. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുകയാണ്, അതെ, എനിക്ക് ഹുങ്ങുണ്ട്, നിങ്ങളുടെ മുന്നിൽ അതൊട്ടും മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഈശ്വര, അതും കേട്ടോ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ നിധി ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ഭാസ്കരൻ പുറത്തു നിന്ന് കവിത പാടി മദ്യപിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ് എല്ലാവരും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷ് നിധിയെ നോക്കി മനസ്സിൽ പറയുന്നു, നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, അതെ, നിധി നാളെ കോളേജിലേക്ക് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ പോവുകയാണത്രേ, നാളെ തന്നെ കിട്ടുമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇല്ല, അപ്ലൈ ചെയ്ത് പോരാ. സുഭാഷ് പറയുന്നു, ശരി, അപ്പൊ നികേഷേ നീയും കൂടി ചെല്ല. നികേഷ് പറയുന്നു, അയ്യോ എനിക്ക് പറ്റില്ല, നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്, ക്ലാസ്സിൽ പോകാതിരുന്നാൽ ശരിയാകില്ല ഏട്ടാ. നിധി പറയുന്നു, അവന്റെ ക്ലാസ് എന്തിനാ മുടക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നാ വിചാരിച്ചത്. ഒറ്റയ്ക്കൊന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അതിനെന്താ? സുഭാഷ് ചോദിക്കുന്നു, അല്ല, പോയി വരാൻ മാത്രം ഒരു 6-7 മണിക്കൂർ വേണ്ടേ, പിന്നെ അവിടുത്തെ സമയം വേറെ, തിരിച്ചെത്തുമ്പോൾ ഒരുപാട് വൈകും, കൂടെ ഒരാളുള്ളത് നല്ലതല്ലേ? സുധീഷ് പറയുകയാണ്, അങ്ങനെ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കു ചേട്ടാ, ഇപ്പൊ കേട്ടില്ലേ സുഭാഷ് ഏട്ടൻ പറഞ്ഞത്? സുധീഷിനെ നോക്കിയിട്ട് നിധി പറയുന്നു, കോളേജില് എന്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുധീഷ് പറയുന്നു,
സുഭാഷേട്ടാ ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ, പക്ഷെ നിധി കേൾക്കണ്ടേ? ഞങ്ങൾക്ക് കാറിൽ പോയി കാറിൽ തിരിച്ചു വരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നിധി പറയുന്നു അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? സുധീഷ് ചോദിക്കണ അതെന്താ ഞാൻ വന്നാ കുഴപ്പം? നിധി പറയുന്നു അയ്യോ വേണ്ട, എനിക്ക് ആ ആളെ അറിയാം ഈ ആളെ അറിയാം, ഞാൻ വാങ്ങിച്ചു തരാം എന്നൊക്കെ വർത്താനം പറഞ്ഞിട്ട് എന്റെ സമയം കളയാനല്ലേ? ഞാൻ ബസ്സിൽ പോയിട്ട് തിരിച്ചു വന്നോളാം, ആരുടെ സഹായവും എനിക്ക് വേണ്ട, നിങ്ങളെ ഒട്ടും വേണ്ട. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നികേഷപതിയെ ഹരീഷിനോട് പറയുന്നു ഏട്ടത്തെ കൂടെ കൂട്ടില്ല എന്നുള്ള വാശിയിലാണല്ലോ. ഹരീഷ് പറയുന്നു പക്ഷെ നമ്മുടെ ആള് പിടിവിടില്ല, നീ നോക്കിക്കോ. സുധീഷ് പതിയെ പറയുന്നു ഇത് ഇത്തിരി ഓവറാണ് കേട്ടോ നിധി, ഞാനും കൂടെ വരാമെന്നല്ലേ പറഞ്ഞുള്ളൂ, അങ്ങനെ തനിച്ചൊന്നും പോകാൻ പറ്റില്ല. നിധി ചോദിക്കുന്നു എന്നോട് തനിയെ പോകാൻ പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാ? ഉച്ചയ്ക്ക് തന്നെ ഇയാളോട് കൂടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതെടുത്തിട്ടിട്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യുകയാണോ? വരണ്ടെന്ന് ഒരു തവണ ഞാൻ പറഞ്ഞതാ സുഭാഷേട്ടാ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നത്? ഇത് കേട്ട് ഹരീഷും നികേഷും ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു എന്താടാ ഒരു ചിരി? ഒന്നുമല്ല ചേട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് ഒരു കാര്യം ചെയ്താലോ, ഞാൻ വന്നാലോ കൂടെ? ഇത് കേട്ട് സുധീഷ് പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ നിധി പറയുന്നു തൊട്ടടുത്തല്ലേ സ്ഥലം, അന്ന് ഞാനും നികേഷും കൂടി പോയതല്ലേ, രാവിലെ ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം, വൈകിട്ട് തിരിച്ചെത്തും. ഇതെല്ലാം കേട്ട് ടെൻഷനോട് കൂടി പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ. സുഭാഷ് പറയുന്നു അതല്ല മോളെ, തനിയെ അയക്കാൻ എന്തോ ഒരു വിഷമം അതാ. ഇത് കേട്ട് നിധി പറയുന്നു എന്റെ അച്ഛനും എന്നെ അങ്ങനെയാ വളർത്തിയത്, അതുകൊണ്ട് ഒരു സ്ഥലത്തേക്കും തനിയെ പോകാൻ ധൈര്യം ഇല്ലാണ്ടായി, ഇനിയെങ്കിലും അത് മാറണ്ടേ സുഭാഷേട്ടാ? തനിയെ എത്ര യാത്ര ചെയ്യാനുള്ളതാ എനിക്ക്, ഇങ്ങനെ ഇതെല്ലാം എനിക്കൊന്ന് ശീലമാകട്ടെ. അടച്ചിട്ട് പൊത്തി പിടിച്ച് വളർത്തി എന്റെ എല്ലാ കോൺഫിഡൻസും ഇല്ലാതാക്കിയത് അവരാ, ഒന്നും അറിയാത്ത ഒരാളാക്കി എന്നെ മാറ്റി. നിങ്ങളും അത് തന്നെ ചെയ്യല്ലേ? ആകെ അറിയാവുന്നത് പഠിക്കാനും മാർക്ക് വാങ്ങിക്കാനും മാത്രമാ. ലോകം എങ്ങനെയാണെന്ന് ഇനിയെങ്കിലും എനിക്ക് കാണണം. തനിയെ കാര്യങ്ങൾ ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം. അത് ഇങ്ങനെയൊക്കെയല്ലേ തുടങ്ങി വെക്കാൻ പറ്റും? പ്ലീസ് സുഭാഷേട്ടാ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു ശരിയാ, നീ പോയിട്ട് വാ, കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി, സൂക്ഷിച്ചു പോയിട്ട് വാ. സുധീഷ് പറയുന്നു സുഭാഷേട്ടാ നിങ്ങൾ വെറുതെ. അപ്പൊ സുഭാഷ് പറയുകയാണ് നീ മിണ്ടാതിരിക്കടാ, അവള് തന്നെ പോയിട്ട് വരും, നീ പോയിട്ട് വാ മോളെ, കഴിക്ക്. തുടർന്ന് കോളേജിലേക്ക് പോകാനായി രാവിലെ ഒരുങ്ങി ഇറങ്ങുകയാണ് നിധി. നികേഷ് ചോദിക്കുന്നു ഏട്ടത്തി പോകാറായോ? ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഞാനും വന്നേനെ. നിധി പറയുന്നു സാരമില്ലടാ, ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ, നീ ക്ലാസ് ടെസ്റ്റ് ഒന്നും മിസ്സാക്കണ്ട. സുധീഷ് പറയുന്നു അതെ, ഒരു തവണ കൂടി ആലോചിച്ചിട്ട് മതി കേട്ടോ, ഒരു തവണ പോലും ഒരിടത്തും തനിയെ പോകാത്ത ആളാ, അത് മറക്കണ്ട. നിധി പറയുന്നു നിങ്ങളുടെ കൂടെ തനിയെ യാത്ര ചെയ്തതല്ലേ, ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു മടിയില്ല. ഇത് കേട്ട് സുധീഷ് പറയുന്നു ഓ അത് ശരി, എനിക്കിട്ട് പണിയുകയാണല്ലേ. ഈ സമയം അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു മോളെ ദാ ഇതില് ബിസ്ക്കറ്റും കുറച്ച് സ്നാക്സും ഉണ്ട്, വിശക്കുമ്പോൾ കഴിച്ചു. എന്തിനാ സുഭാഷ് ഏട്ടാ ഇതൊക്കെയെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു ഇത്രയും ദൂരം പോകാനുള്ളതല്ലേ മോളെ, വിശക്കില്ലേ? നിധി പറയുന്നു പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരികയല്ലേ. സുഭാഷ് പറയുകയാണ് മോളെ അതുവരെ വിശന്നിരിക്കണ്ടല്ലോ. സുധീഷ് ചോദിക്കുന്നു അല്ല നിധി ID കാർഡും ആധാർ കാർഡും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നിധി പറയുന്നു ആധാർ കാർഡ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ നടക്കുമെന്ന് ഓർമ്മയുണ്ടല്ലോ. ശരി സുഭാഷ് ഏട്ടാ ഞാൻ ഇറങ്ങുക. സുഭാഷ് പറയുന്നു സുധീഷ് നീ കൂട്ടിക്കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് വാ. ശരി എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് ദേ മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിക്കണേ. അല്ല ചാർജ് ഉണ്ടോ ഫോണില്? അതൊക്കെ ഉണ്ടെന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് അല്ലെങ്കിൽ ചാർജർ കൂടി കയ്യിൽ വെച്ചോ, അഥവാ ചാർജ് തീർന്നാലും കോളേജിൽ കുത്തിയിടാലോ. അതൊന്നും വേണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് ഓ എന്തൊരു കെയറാണപ്പാ. നികേഷ് ചോദിക്കുന്നു ഏട്ടത്തി കോളേജിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുമോ? നിധി പറയുന്നു ഞാൻ എന്തിനാ അവിടേക്ക് പോകണം, ഇനി ഞാൻ അവിടേക്ക് പോകണമെങ്കിലേ അവർക്ക് ഞാൻ ആരാണെന്ന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിക്കണം. ഈ സമയം ഒരു കാർ അവിടേക്ക് വരികയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ ഡ്രൈവർ ഉറക്കെ പറയുന്നു സുധീഷേ ഞാൻ എത്തി കേട്ടോ. എടാ വണ്ടി എന്തിനാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു അത് നിധിക്ക് പോകാൻ, ഞാൻ വിളിച്ച് വരാൻ പറഞ്ഞതാ. നിധി ചോദിക്കുന്നു എന്തിന്, ഞാൻ ബസ്സിൽ പോകുമല്ലോ. സുധീഷ് പറയുകയാണ് ഏയ് അതൊന്നും വേണ്ട, ഒന്നാമതേ നല്ല വെയില, ബസ്സിലൊക്കെ കയറി അവിടെ എത്തി തിരിച്ചു വരുമ്പോഴേക്കും നല്ല ടയർഡാകും. അങ്ങനെ സുധീഷ് പുറത്തേക്ക് പോകുമ്പോൾ സുഭാഷ് പറയുന്നു അതെന്തായാലും നന്നായി, നീ കാറിൽ കയറി പോയിട്ട് വാ മോളെ. ശരി പോട്ടെ എന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഡ്രൈവറുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു എടാ ഇത് എന്ത് ട്രാവൽസിലെ വണ്ടിയാണെന്നാ പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചാൽ അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ, പിന്നെ എനിക്കും നിങ്ങളുടേതേപോലെ ഈ പണിയാണെന്ന് പറഞ്ഞേക്കല്ലേ. ഫ്രണ്ട് പറയുന്നു അപ്പൊ ഉടായ്പാണല്ലേ. സുധീഷ് പറയുന്നു ഉടായ്പ് നിന്റെ. അപ്പൊ ഫ്രണ്ട് പറയുകയാണ് അപ്പൊ നീ ഡീസൽ അടിക്കാനുള്ള കാശ് എടുക്ക്. സുധീഷ് പറയുന്നു ആദ്യം നീ പോയിട്ട് വാ, കാശൊക്കെ തരാമടാ. നിധി അവിടേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു കേറിക്കോ. ഡ്രൈവർ പറയുകയാണ് കാശ് താടാ. സുധീഷ് പറയുന്നു തരാമടാ, നീ വണ്ടി എടുക്ക്. അങ്ങനെ സുധീഷ് നിധിക്ക് കാറിന്റെ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് നികേഷിനോട് പറയുന്നു ആ ഡ്രൈവറിനോട് എന്താ പറഞ്ഞെന്നറിയുമോ, ഇതെന്റെ സ്വന്തം വണ്ടിയാണെന്ന് പറഞ്ഞാൽ മതിയെന്നായിരിക്കും. ഇത് കേട്ട് നികേഷ് ചിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു നമ്മുടെ ചേട്ടനല്ലേ ആള്. സുധീഷ് പറയുന്നു എടാ ആൻഡ്രൂസ് AC കുറച്ച് കൂട്ടിയിട്ടേര്. നിധി പറയുന്നു അയ്യോ വേണ്ട എനിക്ക്
ചുമ വരും. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ഓ ആണോ, എന്നാ പിന്നെ കുറച്ചിട്ടാ മതി കേട്ടോടാ, ബൈ, സൂക്ഷിക്കണേ. നീതി ഡ്രൈവർ ആൻഡ്രൂസിന്റെ ഒപ്പം കാറിൽ അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് ഹരീഷും നികേഷും. സുധീഷ് പറയുന്നു, പോയി പഠിക്കടാ പോടാ. തുടർന്ന് നിധി മനസ്സിൽ പറയുന്നു, ഈശ്വര, ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്ന കാര്യം വീട്ടുകാരറിയാതെ നോക്കണേ, ആരും അറിയാതെ അത് എത്രയും പെട്ടെന്ന് എന്റെ കയ്യിൽ കിട്ടാൻ സഹായിക്കണേ. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫ്രണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്ത് നിധി പറയുന്നു, ഹലോ ശ്വേത, പറ. ശ്വേത ചോദിക്കുന്നു, നീ പുറപ്പെട്ടില്ലേ? നിധി പറയുന്നു, വന്നുകൊണ്ടിരിക്കുക, 2-3 മണിക്കൂർ എടുക്കും. ശ്വേത പറയുന്നു, ഞാൻ ഹോസ്റ്റലിലുണ്ട്, കോളേജിന് എത്തുന്നതിന് 15 മിനിറ്റ് മുമ്പ് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ ഗേറ്റിന്റെ അവിടെ കാണും. പിന്നെ നീ വിളിച്ചെന്ന് കേട്ടപ്പോൾ പിള്ളേർക്കെല്ലാം നല്ല സന്തോഷമായി, നിന്റെ ഒരു വിവരം ഇല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. ഇത് കേട്ട് നിധി പറയുന്നു, അയ്യോ അതൊരു പ്രശ്നം ആകില്ലല്ലോ അല്ലേ, എങ്ങനെയെങ്കിലും ചേട്ടൻ അറിഞ്ഞാൽ. അങ്ങനെ ഭയത്തോടു കൂടി ആലോചിച്ചിരിക്കുന്ന നിധിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. വഴിയിൽ വെച്ച് നിധി യാത്ര ചെയ്യുന്ന കാറ് തടഞ്ഞു നിർത്തുകയാണ് ഭാസ്കരൻ. നിധി ഞെട്ടി ഭാസ്കരനെ നോക്കുമ്പോൾ, എടാ ആൻഡ്രൂസെ, വണ്ടി എടുക്കടാന്ന് പറഞ്ഞ് കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറുകയാണ് ഭാസ്കരൻ. നിധി ചോദിക്കുന്നു, എങ്ങോട്ടെങ്കിലും പോകാനാണോ കാറിൽ കയറിയത്? ഭാസ്കരൻ ചോദിക്കുന്നു, നീ കാറിൽ കയറിയത് എങ്ങോട്ട് പോകാനാ? ആൻഡ്രൂസ് പറയുകയാണ്, തക്കലക്കടുത്ത് ഈ കുട്ടി പഠിച്ച കോളേജ് ഉണ്ട്, അങ്ങോട്ട് പോകാനാ. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, എന്നാ ഞാനും തക്കലയ്ക്ക. ഇത് കേട്ട് ഞെട്ടി ഭാസ്കരനെ നോക്കുകയാണ് നിധി. തുടർന്ന് ഭാസ്കരന്റെ ഒപ്പം കോളേജിലേക്ക് വന്ന നിധി ശ്വേതയുടെ ഒപ്പം കോളേജിനകത്തേക്ക് പോവുകയാണ്. ഓഫീസിലേക്ക് വന്ന നിധിയോട് ഒരു സാറ് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് നിധി പുതിയ ജീവിതം? പെട്ടെന്ന് വൈറലായല്ലോ അല്ലേ? നിധി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതിനെ കുറിച്ചും സർട്ടിഫിക്കറ്റ് കൊണ്ട് കളഞ്ഞതിനെ കുറിച്ചും ഒക്കെ അവർ ചോദിക്കുകയാണ്. നിധിയും ഫ്രണ്ടും വിഷമത്തോടു കൂടി നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ബൈക്കിൽ സുധീഷിന്റെ ഒപ്പം ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് സുഭാഷ്. നിധി കോളേജിലേക്ക് പോയതിന്റെ ടെൻഷനും സുഭാഷിനോട് സുധീഷ് പങ്കുവെക്കുന്നു. ഈ സമയം റോഡ് സൈഡിലൂടെ നടന്നു വരികയാണ് സുനന്ദയും ലളിതയും. സുധീഷും സുഭാഷും അവരെ ശ്രദ്ധിക്കുന്നു. ലളിത ദേഷ്യത്തോടു കൂടി അവരെ നോക്കുമ്പോൾ സുനന്ദ തിരിഞ്ഞ് സുഭാഷിനെ നോക്കുന്നുണ്ട്. സുനന്ദയെ പിടിച്ചു വലിച്ച് ലളിത അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. സുനന്ദ തിരിഞ്ഞ് സുഭാഷിനെ നോക്കുമ്പോൾ ബൈക്കിലിരിക്കുന്ന സുഭാഷും തിരിഞ്ഞ് സുനന്ദയെ നോക്കുന്നുണ്ട്. ശേഷം സുഭാഷ് കണ്ണീര് തുടയ്ക്കുകയാണ്. ഇത് സൈഡ് മിററിലൂടെ സുധീഷ് കാണുന്നു. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.